എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 19 തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിൽ സംശയങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നാളെ മുതൽ 3 ദിവസം സംസ്ഥാനത്ത് ഡ്രൈ ഡേ ആയി ആചരിക്കും. നാളെ വെള്ളിയാഴ്ച സ്കൂളുകളിലും, ശനിയാഴ്ച ദിവസം ഓഫീസുകളിലും, ഞായറാഴ്ച ദിവസം വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കും. ഈ ദിവസങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ കൂട്ടത്തോടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. എല്ലാ ആളുകളും പങ്കാളികളാകണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിട്ടുള്ള വി ഡി സതീശനാണ് ബജറ്റ് അവതരിപ്പിക്കുക. ബജറ്റിൽ പ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ലഭിക്കും എന്നുള്ളതാണ്. ഇത് നയപ്രഖ്യാപനത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നത്. ഓരോ കുടുംബത്തിനും വർഷത്തിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പദ്ധതിയും നടപ്പിലാക്കും. അതിനു വേണ്ടിയിട്ട് തുക വകയിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, വിദ്യാർത്ഥിനികൾക്ക് എല്ലാ മാസവും 1000 രൂപ ലഭിക്കുന്ന പദ്ധതി, അത് നടപ്പിലാക്കും. ഡിഗ്രി വിദ്യാർത്ഥികൾക്കായിരിക്കും 1000 രൂപ എല്ലാ മാസവും ലഭിക്കുക. മറ്റൊന്ന്, യുവതി യുവാക്കൾക്ക് ഈടുരഹിത പലിശരഹിത 5 ലക്ഷം രൂപയുടെ വായ്പ ലഭിക്കും. സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സഹായം ലഭ്യമാക്കാനിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഖ്യാപനവും ഉണ്ടാകും. വയോജനങ്ങൾക്ക് പുതിയ വകുപ്പ് അത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. മറ്റൊന്ന്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ, സ്ത്രീകൾക്ക് ആരംഭിച്ചിട്ടുള്ള ബസ് യാത്ര, അതിന് ഫണ്ട് വകയിരുത്തുന്ന പ്രഖ്യാപനം ഉണ്ടാകും. സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് എങ്ങോട്ട് എന്നുള്ളതും വ്യക്തമാകും നാളെ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഫണ്ട് അതിലേക്ക് മാറ്റിവെക്കുകയാണ് എങ്കിൽ പദ്ധതി തുടരും, ഇല്ല എങ്കിൽ പദ്ധതി നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ക്ഷേമ പെൻഷനിൽ ചെറിയ വർധനവ് പ്രതീക്ഷിക്കുന്നു. 100-200 വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും 3000-ലേക്ക് 5 കൊല്ലം കൊണ്ട് എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് വർദ്ധിപ്പിക്കുക, ഇനി ഈ തവണ വർദ്ധിപ്പിക്കലില്ലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കടുത്ത ഞെരുക്കത്തോടു കൂടിയിട്ടാണ് പോകുന്നത് എന്ന് ധവളപത്രത്തിൽ വ്യക്തമായതാണ്. സംസ്ഥാന സർക്കാരിന് പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട കടങ്ങൾ തന്നെ 45,000 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ക്ഷേമ പെൻഷൻ പദ്ധതികളൊന്നും നിലച്ചു പോകില്ല, അത് തുടരും. പക്ഷേ അതിൽ വർധനവ് അത് എത്രത്തോളം എന്നുള്ളത് നാളെ ബജറ്റോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് ബജറ്റ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിക്കും. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയായിട്ടുള്ള വി ഡി സതീശൻ തന്നെയാണ് നാളെ ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ള പ്രത്യേകതയുമുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ബജറ്റിന് ശേഷം എന്തൊക്കെയായിരിക്കും എന്നുള്ളതും നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം 2026 ജൂൺ 20 തീയതി ശനിയാഴ്ച ഉച്ചക്ക് 2:45 കൂടിയിട്ടാണ് വിതരണ നടപടികൾ ഉണ്ടാവുക. പശ്ചിമ ബംഗാളിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവ് പോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയുള്ള ചടങ്ങ് നടക്കുമ്പോൾ തന്നെ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും DBT ട്രാൻസ്ഫർ വഴി 2000 രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങും. 48 മണിക്കൂറിനുള്ളിൽ 95% ആളുകൾക്കും തുക എത്തിച്ചേരുന്നതാണ്. കഴിഞ്ഞ തവണയൊക്കെ പല ആളുകൾക്കും തുക മുടങ്ങിയിരുന്നു. ഒരു കാരണവുമില്ലാതെ തുക മുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ തുക കൂടി ചേർത്ത് ലഭിക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ ഇതിനുള്ള സാധ്യതയുണ്ട്. മുമ്പൊക്കെ അങ്ങനെ ലഭിച്ചിരുന്നു. എന്തായാലും അക്കൗണ്ടുകളിലേക്ക് നോക്കുമ്പോൾ, സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾക്ക് പോലും തുക മുടങ്ങിയിരുന്നു മുമ്പ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തുകയും ചില ആളുകൾക്ക് അങ്ങനെ മുടങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. ഇരട്ട PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം സംശയിക്കുന്ന ആളുകളെ ഈ പദ്ധതിയിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യും എന്ന് PM കിസാൻ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. സംശയാസ്പദമായിട്ടുള്ള അക്കൗണ്ടുകളായിട്ട് തോന്നിയ അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടക്കില്ല. അതായത് നമ്മുടെ അക്കൗണ്ടിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല, KYC ചെയ്തിട്ടുണ്ട്, ലാൻഡ് വെരിഫിക്കേഷനും ആധാർ സീഡിങ്ങും എല്ലാം നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും തുക വിതരണം തടസ്സപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് മാസങ്ങളിൽ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് കഴിഞ്ഞ 2 തവണ വിതരണം ചെയ്തപ്പോഴായിട്ടും അങ്ങനെ പല ആളുകൾക്കും തടഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴാണോ PM കിസാൻ സമ്മാൻ നിധി അർഹരാണ് എന്ന് അധികൃതർക്ക് ബോധ്യപ്പെടുകയാണ് എങ്കിൽ ആ ഒരു തുക പിന്നീട് റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് വിവരം. ഈ വിതരണം കഴിയുന്നതോടു കൂടി തന്നെ അടുത്ത സഹായവും നമ്മുടെ സംസ്ഥാനത്തുള്ള 62 ലക്ഷത്തോളം ആളുകൾക്ക് വരികയാണ്. വി ഡി സതീശൻ സർക്കാരിൻ്റെ 2ാമത്തെ
പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 25 കൂടി ഉണ്ടാകും. 23 തീയതി സംസ്ഥാനത്ത് കടമെടുപ്പുണ്ടാകും. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്രത്തിലൂടെ തുക എടുക്കുകയും അതിനുശേഷം തുക വിതരണം നടക്കുകയും ചെയ്യും. നാളെയാണ് ബജറ്റ് നടക്കാൻ പോകുന്നത്. ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. പെൻഷൻ വിതരണം 25 കൂടിയിട്ട് ആരംഭിക്കുകയും തൊട്ടടുത്ത ദിവസങ്ങളിലായി ബാങ്ക് അക്കൗണ്ടുകൾക്ക് ശേഷം കയ്യിലും വിതരണം ആരംഭിക്കും. ജൂലൈ 5 കൂടി കയ്യിൽ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ 2 തുകയും എത്താൻ പോവുകയാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.